So hey guys, welcome back to my channel Knockout Gaming. So ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ് KTLയുടെ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇത് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് കാണാം. അത് നിങ്ങൾക്ക് ഈ സർവർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സൗണ്ട് ഞാൻ മൈക്കും കാര്യം ഓണാക്കിയിട്ടുണ്ടാകുന്നില്ല. അത് കാരണം സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ വോയിസ് ഓവർ ചെയ്ത കാരണം സൗണ്ട് കുറവായിരിക്കണം. അപ്പോൾ സൗണ്ട് കുറച്ച് ഒച്ചയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ഇതിനകത്ത് വോയിസൊക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ സെർവറിൽ ഇപ്പോൾ ആരുമില്ല. ഇത് നോക്കിക്കോ, സെർവറിൽ ഇപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബേസിൻ്റെ പണി ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ ഫുള്ളും കംപ്ലീറ്റ് ആയൊരു ബേസ് എൻ്റെ മാത്രം ഇല്ല. കംപ്ലീറ്റ് ആവാത്ത ബേസാണ് എൻ്റെ. ഇവിടെയുള്ള പകൽമുക്കാലും വേറെ ബേസ് ഞാൻ കംപ്ലീറ്റ് ആയി, പക്ഷെ എൻ്റെ മാത്രമല്ല. സോ ഞാൻ കൂടുതലും പണി എടുക്കണം പുറത്താണ്. എൻ്റെ ഇതിലിട്ട് ഞാൻ ബേസിൻ്റെ ഇതും ഫുള്ളും കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. ബേസിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കൂടിയില്ല. സോ എന്തായാലും ജസ്റ്റ് ബേസ് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇച്ചിരി പണിയുള്ളൂ, അപ്പോൾ അത് ഫുള്ള് വീഡിയോ കാണിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ നന്നായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് സപ്പോർട്ടൊക്കെ വേണ്ടേ. സോ ഇതിപ്പോൾ ഇതാണ് എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ് കേട്ടോ. ഇതാണ് എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ അണ്ടർഗ്രൗണ്ട് ബേസും കൂടി പൂർത്തിച്ച മാത്രമേ എൻ്റെ ബേസ് ഫുള്ളും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ടാസ്ക് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. സോ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അതായത് നമുക്ക് തിന്നാൻ വേണ്ടി ഫുഡ് സോഴ്സ് നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ബേസിൽ തന്നെ ഫുഡ് സോഴ്സ് ഉണ്ടാക്കണം. പിന്നെ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഫുഡ് സോഴ്സ് നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ ബേസിൽ ഒരു ഫുഡ് സോഴ്സ് വേണം. നമുക്ക് ഫുഡിന് ക്ഷാമം വരാത്ത രീതിയിൽ ഫുഡ് സോഴ്സ് വേണം. പിന്നെ ഏതെങ്കിലും ഫാം വേണം. ഷീപ്പ് ഫാമോ അല്ലെങ്കിൽ കൗ ഫാമോ ഏതെങ്കിലും ഫാം സെറ്റപ്പ് ആക്കണം. പിന്നെ ഒരു എന്നാ പറയുക സ്റ്റാർട്ടർ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വീട്. അതായത് അതിനകത്ത് സ്റ്റോറേജ് സിസ്റ്റം വേണം. അതായത് ഇവിടെയാണ് കിച്ചൺ വേണം, ബെഡ്റൂം വേണം. അങ്ങനെ ഇറങ്ങുന്ന ഒരു എന്നാ പറയുക സ്റ്റാർട്ടർ ബേസ്. ഇത്രയാണ് ഒന്നാമത്തെ ടാസ്ക്, രണ്ടാമത്തെ ടാസ്ക്. അങ്ങനെ കുറേ ടാസ്കുകൾ ഇതിൻ്റെ ഡിസ്കോഡിൽ ഇടും. അതുകൊണ്ടാണ് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണം, എന്നിട്ട് ഇതിനകത്ത് കയറി കളിക്കണം എന്ന് ഞാൻ പറയുന്നത്. സോ ഇപ്പോൾ ഡിസ്കോഡിലേക്ക് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി താഴത്തിട്ടേക്കാം. സോ അത് കോപ്പി അതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാൻ ഓടി ഇടുന്നതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ പണി ഞാൻ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് സ്റ്റോറേജ് റൂമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയേക്കണം. സോ ഇത് നമുക്ക് സ്റ്റോറേജ് റൂമായിട്ട് എടുക്കാം. സോ ഇനി വരുന്നത് ഈ ഒരു സ്പേസാണ്. ഇത് കിച്ചൺ ഏരിയ ആയിട്ട് എടുക്കാം. സോ ഇനി അടുത്തത് ഈ വലിയ കളർ റൂമാണ് ലിവിങ് ഏരിയ എന്ന് പറയാം. ലിവിങ് ഏരിയ ആണിത്. സോ ഇതിന് നേരെ കാണുന്നതാണ് എൻ്റെ ബെഡ്റൂം. സോ ഈ ബെഡ്റൂമിൽ ഉണ്ട് ഒരു തീമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ബ്ലോക്ക് തീർന്ന കാരണം ഞാൻ അതിനകത്തൊരു തീം മോഡിലാണ് ചെയ്തിരിക്കുന്നത്. സോ രണ്ട് എന്താ പറയുക രണ്ട് ഡിസൈനും കൂടെ
എന്തോ കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു തീം. സോ അപ്പോൾ ഇവിടെ ആദ്യം സോ ഇത് നമുക്ക് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്ത് അനുസരിച്ച് മാത്രമേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും മാക്സിമം ഞാൻ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ സ്ട്രൈക്ക് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കിച്ചണിൻ്റെ പണി ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇന്റീരിയർ വർക്ക്സ് അല്ല, അതിനകത്ത് ബ്ലോക്കും കാര്യം വെച്ച് അടിപൊളിയായിട്ട് ഡിസൈൻ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ ഐറ്റംസും കാര്യം കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം ഒന്ന് ഫുള്ളും റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഫുള്ളും ബ്ലോക്ക് വെക്കാനാണ്, അതായത് വുഡൻ ലോഗ് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ളും വുഡ് പ്ലാങ്ക്സ് വയ്ക്കാൻ വേണ്ടി വുഡൻ പ്ലാങ്ക്സ്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വുഡനും കാര്യമുള്ള വുഡൻ ലോഗൊക്കെ നമുക്ക് വെട്ടിക്കൊണ്ട് തന്നെ. സോ അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങി ഇതിനകത്ത് നമുക്ക് എൻ്റെ ബേസിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന കുറിഞ്ഞിയെന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ബേസിൻ്റെ വെളിയിലേക്ക് പോയതിന് ശേഷം കുറേ വുഡും കാര്യം എടുത്തുകൊണ്ട് തന്നെ കേട്ടോ. സോ കേസ് വേണമെങ്കിൽ ഒരു റൂള് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നേക്കും. ഓക്കെ, എന്നാ പറയാ, ഈ സെർവറിൽ ആരുടെയും ബേസിക് കയറി മോഷ്ടിക്കൽ അതൊരു റൂളാണ്. സോ അതുണ്ട്, അതായത് ഇതുപോലെ മരമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടാകും, അതിനകത്ത് കയറി ആരും പോയി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അത് ചിലവർക്ക് അറിയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് അറിയാൻ പറ്റും. സീജയുടെ ബേസാണ് എൻ്റെ ആക്സില്ല. ആക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഈ വുഡൻ ലോഗും സ്പ്രൂസ് ഉണ്ട് ഇവിടെ. സ്പ്രൂസും ഈ ഓക്കും കൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ വയ്ക്കാം സ്റ്റോറേജ് റൂമിൽ. എങ്ങനെ ഉണ്ടാവും? സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ ഇനാക്റ്റീവും കയ്യിലൊക്കെ ആയിരുന്നു. സോ ഇപ്പോൾ മാക്സിമം ഞാൻ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ലീവും കയ്യിലല്ല, അത് കാരണം ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം. ശരി, ഇതപ്പോൾ ഇവിടെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ബയോമും കാര്യങ്ങളുണ്ട്. നോക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഞാൻ കുറേ വെട്ടിട്ടൊക്കെ ഉള്ളത്. രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആണ് CJ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ വീട്. സോ ഇവിടെ CJ എന്ന് പറയുന്ന ഒരു പ്ലെയർ കളിക്കുന്നുണ്ട്. സോ അവൻ്റെ ബേസാണിത്. അപ്പുറത്തേക്ക് കുറേ ആൾക്കാരുടെ ബേസും കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പോയിച്ചിട്ട് പോകാം. സാരം ഒരാൾ ശരിയാണ്.
സോ ഇപ്പം നമ്മൾ താഴത്തൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അടി മൊത്തം തുറക്കാം. ഫുഡ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം സെറ്റപ്പ് ആക്കണം. ഓക്കെ, ബെഡ്റൂമും കാര്യം സെറ്റപ്പ് ആക്കണം. ബെഡ്റൂം സോ ഗൈസ് അപ്പോൾ നമ്മൾ മറ്റേ ബെഡ്റൂമിൻ്റെ പണിയും കാര്യം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ബെഡ്റൂമിൻ്റെ പണി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂസിൻ്റെ മരം വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ പേരെന്തുവായിരുന്നു, പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു തീമിൽ. പിന്നെ ഇവിടെ 2 ബെഡ് വരും. പിന്നെ ആ ബെഡിൻ്റെ ചുറ്റും സ്ലാബ് വരും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. സോ അപ്പോൾ ഇത്ര നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് ഇതിൻ്റെ മേലത്തെ പരിപാടിയൊക്കെ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കുക. ബൈ.